بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. عن أبي هريرة رضي الله عنه أن رجلا شكا إلى النبي صلى الله عليه وسلم قسوة قلبي فقال امسح رأس اليتيم وأطعم المسكين. رواه أحمد. عن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه നിന്ന് നിവേദനം أن رجلا شكا إلى النبي صلى الله عليه وسلم قسوة قلبي. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. ഫഖാൽ, ആ സമയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇംസഹ് റഅ്സൽ യതീം, അനാഥന്റെ തല തടവിക്കൊടുക്കൂ, വഅത്ഇമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുകയും ചെയ്യൂ. ഇമാം അഹ്മദ് റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഹൃദയകാഠിന്യം ദൂരീകരിക്കുവാനുള്ള വഴി എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു തന്റെ ഹൃദയകാഠിന്യത്തെക്കുറിച്ച്. മനസ്സ് കടുത്തുപോയിരിക്കുകയാണ് നബിയെ. മനസ്സ് കടുത്തുപോയാൽ എന്താണ് പ്രശ്നം? നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സു വരില്ല. ക്രൂരമായ പ്രവർത്തനങ്ങളോടായിരിക്കും താല്പര്യം. ആത്മികമായ വളർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ വൈമുഖ്യമുണ്ടാകും. ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇംസഹ് റഅ്സൽ യതീം, അനാഥബാലന്റെ തല തടവിക്കൊടുക്കൂ, വഅത്ഇമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുകയും ചെയ്യൂ. രണ്ടു കാര്യമാണ് തങ്ങൾ പഠിപ്പിച്ചത്. അനാഥരായ ആളുകൾ, സ്നേഹിക്കാൻ ആളുകളില്ലാതെ, ഉപ്പയുടെ തണലില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അവരോട് കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുക എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം. അനാഥരെ അവരുടെ തല തടവിക്കൊടുക്കുന്നത്, ആ തലയിലുള്ള രോമങ്ങൾ എത്രത്തോളം നമ്മുടെ കയ്യിൽ സ്പർശിക്കുന്നുവോ അത്രയും പുണ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെയുള്ളതോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. വിശുദ്ധ ഖുർആൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നത്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹനം നൽകാത്തവൻ മതനിഷേധി എന്ന രീതിയിലാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതനിഷേധിയെ താങ്കൾ കണ്ടുവോ? പരലോകത്തെ പ്രതിഫലത്തെ നിഷേധിക്കുന്നവനെ താങ്കൾ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥനെ തള്ളിക്കളയുന്നവനാണവൻ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകാത്തവനാണവൻ. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിൽ ഈ രണ്ടു കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സ് സൽക്കർമ്മങ്ങൾക്ക് പാകമാകാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് കിട്ടാൻ, ക്രൂരതയ്ക്ക് പകരം കാരുണ്യവും വിരോധത്തിന് പകരം സ്നേഹവും നമ്മുടെ മനസ്സിൽ നിറയാൻ നാം ചെയ്യേണ്ടത് ഈ രണ്ടു കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ നിലകൊള്ളാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.